ദൈവത്തിന് സ്തോത്രം. വേണ്ടിവരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ സ്തുതിയോടെ സ്തോത്രത്തോടെ ഈ വൈകിവേളയിലായിരിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം ഒരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി ആ നല്ല കർത്താവിനെ ഹൃദയങ്ങളെ തുറന്ന് അധരങ്ങൾ കൊണ്ട് കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഒരു നിമിഷം ആ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഒരുക്കപ്പെട്ട നല്ല സമയം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ, ആ സ്നേഹം അളവ് കൂടാതെ അനുഭവിക്കുവാൻ, ആ നല്ല കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ അവസരം ലഭിച്ചവർ, ആ അവസരത്തിൽ സന്തോഷിക്കുന്നവർ, അനേകർക്ക് ലഭിക്കാത്ത മകൽ ഭാഗ്യം ലഭിച്ചു. എൻ്റെ ദൈവത്തോടൊപ്പമായിരിക്കുവാൻ ഈ വൈകിവേളയിലും ആ നല്ല കർത്താവിനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ സർവകൃപാലുവായ ദൈവം അവസരം നൽകിയെന്ന് റാധിയ ശഖ ഹൃദയശന്ധാരകന ആ അവസരത്തിൽ ആ മമൽ ഭാഗ്യത്തിൽ സന്തോഷിക്കുന്നവർ ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. നാന്ദി യേശുവേ, നാന്ദി രാജാവേ, നാന്ദി കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മൂടി മറയ്ക്കുന്ന കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കുന്ന കൃപ. യേശുവിൻ നാമത്തിൽ ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ, വചനം പറയുന്നത് പോലെ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതിന് മധ്യത്തിൽ ഞാനുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ആ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഒരുമിച്ച് ആ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ആ വലിയൊരു ദൈവ സാന്നിധ്യം ഇന്നലത്തെ സ്ഥിതികളെ മാറ്റുന്ന, ഇന്നായിരിക്കുന്ന നിരാശയുടെ അനുഭവങ്ങളെ മാറ്റുന്ന, പുതിയതും ശ്രേഷ്ഠകരവുമായ അനുഭവങ്ങളിലൂടെ നടത്തുന്ന ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനെ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. സറവുകൾ ആരാധിക്കുന്ന സർവശക്തനായ ദൈവത്തെ ഈ വൈകിവേളയിലും ഒരുമിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. സ്വർഗം പ്രസാദിക്കും വിധത്തിൽ, സറാവുകൾ ലജ്ജിക്കും വിധത്തിൽ, ദേശം ഉറ്റുനോക്കും വിധത്തിൽ, യേശുവിൻ നാമത്തിൽ സ്തുതി ഉയരട്ടെ, ആരാധന ഉയരട്ടെ, സ്തോത്രം ഉയരട്ടെ. നാന്ദി യേശുവേ, നാന്ദി രാജാവേ, നാന്ദി കർത്താവേ. അങ്ങയുടെ നാമം മാത്രം ഉയരുന്ന, അങ്ങിലൂടെ ഞങ്ങൾ അത്ഭുതങ്ങളെ കാണുന്ന, അങ്ങ് ഞങ്ങൾ അത്ഭുതപരമായി നിർത്തുന്ന ഈ നല്ല വൈകിവേളയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങ് ഞങ്ങളെ കാണുന്ന കൃപയ്ക്കായി, അങ്ങ് ഞങ്ങളെ അറിയുന്ന കൃപയ്ക്കായി, അങ്ങ് ഞങ്ങളെ ചേർത്ത് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടൊപ്പമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വൈകിവേളയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് ഒരിക്കൽ കൂടി നല്ല കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആവർത്തിച്ച് പറയുന്നതിൽ മടിയില്ല. നമ്മെ അനുഗ്രഹിക്കുവാൻ ഇഷ്ടമുള്ള, നമ്മെ അനുഗ്രഹിക്കുവാൻ മനസ്സുള്ള, നമ്മെ അനുഗ്രഹിക്കുവാൻ താല്പര്യമുള്ള, കഴിവുള്ള, പ്രാപ്തിയുള്ള നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ ഈ രാത്രിയിലും നമ്മൾ ആയിരിക്കുന്നു. അതെ, ഈ വൈകിയ വേളയിൽ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന മനസ്സുറപ്പോടെ ആയിരിക്കുന്നവർ, അതേ ഒരുക്കത്തോടെ ആയിരിക്കുന്നവർ, വിശ്വാസത്തോടെ ഒരു ആമേൻ പറയേ. ഇന്ന് നിന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ എൻ്റെ ദൈവം അയക്കത്തില്ല. ആമേൻ വിളിച്ചു പറയേ. യേശുവേ, ഇന്ന് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നീ എന്നെ മടക്കി അയക്കരുത്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന വിഷയങ്ങൾക്കൊരു പരിഹാരം വരുത്തിയിട്ടല്ലാതെ, കണ്ണുനീരോടെ ഞാൻ കടന്നു വന്ന വിഷയങ്ങൾക്ക് ഒരു പരിഹാരം വരുത്തിയിട്ടല്ലാതെ നീ എന്നെ മടക്കി അയക്കരുത്. എൻ്റെ ശരീരത്തിലൊന്ന് തൊട്ടിട്ടല്ലാതെ നീ എന്നെ മടക്കി അയക്കരുത്. എൻ്റെ കണ്ണുകളെ ഒന്ന് തൊട്ടിട്ടല്ലാതെ നീ എന്നെ മടക്കി അയക്കരുത്. നിന്റെ ശബ്ദം കേൾപ്പിച്ചിട്ടല്ലാതെ നീ എന്നെ മടക്കി അയക്കരുത്. ഈ വൈകിയവേളയിൽ കർത്താവ് ചിലരെ തൊടുകയാ. ആമേൻ. രക്തസ്രവക്കാരിയെ തൊട്ട കർത്താവ്, കുരുടന്റെ കണ്ണിലെ തൊട്ട കർത്താവ്, മുട്ടന്തനെ തൊട്ട കർത്താവ്, യേശുവിൻ നാമത്തിൽ നടക്കുവാൻ കഴിയാത്ത വിധത്തിൽ ബലഹീനപ്പെട്ടു പോയ അവസ്ഥകളിൽ നിന്ന് ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഈ സമയം കർത്താവ് തൊടുകയാ. വലിയ ആൾക്കൂട്ടത്തിന് മധ്യത്തിലും പ്രതീക്ഷയോടെ കടന്നുപോയവൾ യേശുവിനെ തൊട്ട് സൗഖ്യമായതുപോലെ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവ് നിന്നെ തൊടുകയാ. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിന്നെ തൊടുന്ന ആ സാന്നിധ്യം യേശുവിൻ നാമത്തിൽ ശരീരം കൊണ്ട് ചിലർ അനുഭവിക്കുക. യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്, താങ്ക്
താങ്ക് യു ജീസസ്. ഹൃദയം കൊണ്ട് ഓ റീധാര ഷഖാരദരെ ഷന്ധാരകന ബലഹീനപ്പെട്ടു പോയ ചിലർ, തളർന്നു പോയ ചിലർ ഈ രാത്രിയിലും ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. ആമേൻ. നമ്മെ തൊടുവാൻ ഇഷ്ടമുള്ള കർത്താവ്. ആമേൻ. സ്തോത്രം. നമ്മെ അനുഗ്രഹത്തോടെ അയക്കുവാൻ ഇഷ്ടമുള്ള കർത്താവ്, അതിനാഗ്രഹിക്കുന്ന കർത്താവ് ഈ വൈകിയവേളയിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ ആവർത്തിച്ചു പറയട്ടെ, കടന്നു വന്നതല്ല, കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയതാ. ആമേൻ. ഹല്ലേലൂയ. യാബോക്കിന്റെ കടവിങ്കൽ ഇറങ്ങുമ്പോൾ ആമേൻ സ്തോത്രം, ഒരുപക്ഷേ യാക്കോബ് ചിന്തിച്ചു കാണും, ആമേൻ, ഞാൻ എന്തോ പ്രതീക്ഷിച്ച് ഇതാ യാബോക്കിന്റെ കടവിങ്കൽ ആയിരിക്കുന്നു. എന്നാൽ അവൻ യാബോക്കിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ ദൈവം ആമേൻ തന്റെ ദൂതനെ അവിടെ അയച്ചു വെയിറ്റ് ചെയ്യുക. ഇവൻ ഇന്ന് ഇവിടെ വന്ന് മല്ല് പിടിക്കും, അവൻ വേണ്ടത് പ്രാപിച്ച് മടങ്ങും. ആമേൻ. ദൈവം വെയിറ്റ് ചെയ്യുക. നീ മല്ല് പിടിച്ച് പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ വേണ്ടി, നിന്റെ ജീവിതത്തിലെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾക്ക്, വേദനയുടെ നിരാശയുടെ അനുഭവങ്ങൾക്ക് അറുതി വരുമാറാകുന്നത് പ്രാപിച്ച് മടങ്ങുവാൻ വേണ്ടി നീ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ, നീ ഹൃദയത്തിൽ ആഗ്രഹിച്ചായിരുന്ന സമയം മുതൽ എൻ്റെ കർത്താവ് വെയിറ്റ് ചെയ്യുക. ആമേൻ. ഹല്ലേലൂയ. ആ നല്ല കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരുന്നാട്ടെ. തുടർന്ന് അല്പസമയ വചന ധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. ആമേൻ. വേദപുസ്തകമുള്ളവർ, കരങ്ങളിൽ ബൈബിൾ ഉള്ളവർ ബൈബിൾ എടുത്ത് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ചേർന്ന് വായിച്ചാട്ടെ. രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 2-ാം അധ്യായം 19-ാം അധ്യായം 22-ാമത്തെ വാക്യം. 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 19 മുതൽ തുടങ്ങട്ടെ. അനന്തരം ആ പട്ടണക്കാർ എലീശായോട്, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പ് ഇടുവിൻ എന്ന് പറഞ്ഞു. അവർ അത് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിൻ്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ട്, ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. ഒരു നിമിഷം കൂടെ തലകൾ വണക്കാം, പ്രാർത്ഥിക്കാം. കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ പൂർണ്ണമായി നമുക്കൊന്ന് സമർപ്പിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അപ്പാ, പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അപ്രതീക്ഷിതമായി ഞങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി കടന്നു വരുന്ന വെല്ലുവിളികളുടെ മുൻപിൽ തളർന്നും തകർന്നും ആയിരിക്കുന്നവർ, നല്ലത് പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആയിരിക്കുന്നവർ, അടിയൻ്റെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്നവർ, അങ്ങ് അവരെ കാണുന്ന കൃപയ്ക്കായി അടിയനങ്ങെ സ്തുതിക്കുന്ന കർത്താവേ. ഈ രാത്രിയിൽ അങ്ങയുടെ വചനത്തിലൂടെ ഇവരോട് അങ്ങ് ഇഷ്ടപ്പെടുവാൻ പോകുന്ന കൃപയ്ക്കായി അടിയനങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങ് ആമേൻ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി വചനത്തിന് മുമ്പിൽ താഴ്ത്തുന്ന കർത്താവേ, ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളുടേതാക്കി ഈ നല്ല സായംകാലത്തെ അങ്ങ് മാറ്റുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അപ്പൻ്റെ ശബ്ദം കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നവർ, ഇന്ന് അങ്ങ് ഇവരോട് സംസാരിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി അടിയനങ്ങെ സ്തുതിക്കുന്നപ്പാ. അപ്പനൊന്ന് തൊടുന്നത് അനുഭവിക്കുവാൻ കാത്തിരിക്കുന്നവർ, വലിയ കൂട്ടങ്ങളുടെ മധ്യത്തിൽ അപ്പൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാതെ തള്ളപ്പെട്ട് ഇന്ന് യേശുവേ നീ ഒന്നെ തൊടണമേ എന്ന പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ, കർത്താവ് ചിലരെ തൊടുകയാണ്. ആമേൻ. നിന്റെ കൈയെത്താത്ത സ്ഥലത്ത്, നിനക്ക് ചെന്നെത്തുവാൻ കഴിയാത്ത സ്ഥാനത്ത്, നിന്റെ തലമുറകൾ പിടിക്കപ്പെട്ടായിരിക്കുന്ന അവസ്ഥയിൽ, ഗദരദേശത്തിൽ ഭൂതഗ്രസ്തനെ തേടി കാറ്റിനെയും കടലിനെയും ശാസിച്ച് കടന്നുപോയ അരുമനാഥൻ, നീ ഇതിനകത്ത് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ നിന്റെ തലമുറകളെ തേടി പോകുകയാണ്.
ഓ ഹ്രീധാര ഷഖാറധരെ ഷന്ധാർഗന. എനിക്കറിയത്തില്ല, നീ മക്കളെക്കുറിച്ച് ഓർത്ത് വല്ലാതെ ഭാരത്തോടെ ആയിരിക്കുക. നിൻ്റെ വാക്കുകൾ അവരുടെ അടുക്കൽ എത്തുന്നില്ല, നിൻ്റെ കരങ്ങൾ കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നില്ല. ആമേൻ, സ്തോത്രം. മകളെ ഒന്നൊന്ന് വിളിക്കുവാൻ, മകനെ ഒന്നൊന്ന് വിളിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അകന്നുപോയ തലമുറയെക്കുറിച്ച് ഓർത്ത് ഭാരത്തോടെ ആയിരിക്കുന്ന മാതാവേ, നിനക്ക് വേണ്ടി എൻ്റെ യേശു ഇന്ന് രാത്രി നിൻ്റെ തലമുറയോട് സംസാരിക്കുക. നിൻ്റെ തലമുറയായിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ യേശുവിൻ്റെ കാൽ പതിയുവാൻ പോകുക. റാഥാന ഷഖ റദരെ ഷന്ധാരകന. ബന്ധിക്കപ്പെട്ടവനായി, കല്ലറകളിൽ പാർക്കുന്നവനായി, ആർക്കും പിടിച്ചെടുക്കുവാൻ കഴിയാത്തവനായി ബാധിക്കപ്പെട്ട് നിന്റെ തലമുറയായിരിക്കുന്ന സ്ഥാനത്ത്, നിന്റെ ഭർത്താവായിരിക്കുന്ന സ്ഥാനത്ത്, നിന്റെ പ്രിയപ്പെട്ടവർ ആയിരിക്കുന്ന സ്ഥാനത്ത് റാഥാന ഷഖ റദരെ ഷന്ധാരകന ബാധിക്കപ്പെട്ടവരായിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഈ വൈകിയവേളയിൽ കടന്നു ചെല്ലുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ സാന്നിധ്യം ചലിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, അങ്ങ് വ്യക്തിപരമായി ഇവരോട് ഇടപെടണമേ കർത്താവേ. ഓ സ്തോത്രം കർത്താവേ, വ്യക്തിപരമായി ആളാം പ്രതി ഈ രാത്രി ഇവരോട് ഇടപെടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ നാമം മാത്രം ഉയരുന്ന, ഞങ്ങൾ അത്ഭുതങ്ങൾ കാണുന്ന നല്ല വൈകിയവേളയായി ഈ സമയത്തെ അങ്ങ് മാറ്റുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി തന്നെ ആമേൻ. ഒരിക്കൽ കൂടി ആ വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കട്ടെ, ശ്രദ്ധിച്ചാട്ടെ. രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 19-ാം അധ്യായം, സ്തോത്രം, 2-ാം അധ്യായം 19 മുതൽ സ്തോത്രം 22 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ആ പട്ടണക്കാർ എലീശായോട്, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായതൊന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവും ആകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവീൻ എന്ന് പറഞ്ഞു. അവർ അത് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിൻ്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പ് ഇട്ട്, ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെ പഥ്യമായിരിക്കുന്നു. മരിപ്പിക്കുന്ന, വൃത്തികേടാക്കുന്ന ശാപത്തെ ഇന്ന് യേശു നീക്കം. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, മരിപ്പിക്കുന്ന, ജീവിതങ്ങളെ വൃത്തികേടാക്കുന്ന, നല്ലത് നന്മയായി അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ശാപഗ്രസ്തമാക്കി തീർക്കുന്ന അനുഭവങ്ങൾക്ക് എൻ്റെ യേശു ഈ രാത്രി അറുതി വരുത്തും. ചില ശാപത്തെ എൻ്റെ യേശു ഇന്ന് രാത്രിയിൽ മാറ്റുവാൻ പോകുക. ജീവന്റെ അനുഭവം വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന ശാപകരമായ അനുഭവങ്ങൾ, ഓർയാധാരാശക വർധനവ് പ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വർദ്ധിക്കേണ്ടത് വർദ്ധിച്ചു വരേണ്ട സമയമായിട്ടും ആ വർധനവുണ്ടാകാതെ ഭവനത്തിനകത്ത് ആമേൻ ഒതുക്കിക്കൂട്ടി ശൂന്യമാക്കുന്ന അനുഭവങ്ങൾക്ക് കാരണമായ ശാപത്തെ യേശു ഇന്ന് നീക്കുകയാണ്. ആമേൻ. ജീവിതത്തിന്റെ മനോഹരത്വത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന, സന്തോഷത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന, അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന, നിന്റെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ ശാപത്തെ, അതേ സഹോദരി, ആ ശാപത്തെ കർത്താവ് നീക്കുക. അസ്വസ്ഥമായി സമാധാനമായി ജീവിക്കുവാൻ കഴിയാത്ത ആ ശാപത്തെ ഇന്ന് ഈ രാത്രി കർത്താവ് നീക്കുകയാ. ആമേൻ. പരദേശിയായി നിന്നെ അലയുമാറാക്കുന്ന ആ ശാപത്തെ ചില വർഷങ്ങളായി സഹോദര സഹോദരി, നിന്നെയും നിന്റെ ഭാര്യയെയും ആമേൻ അലയുമാറാക്കിയ ആ ശാപത്തിന്റെ മണ്ഡലങ്ങളെ യേശു ഇന്ന് അഴിക്കുക. മണ്ണിന് മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സന്തോഷമായി അനുഭവിക്കേണ്ട അനുഭവങ്ങളുടെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ശാപത്തെ ഇന്ന് പകലിൽ കർത്താവ് നീ യേശുവിൻ നാമത്തിൽ ആ ശാപം തീരുക. തലമുറകളുടെ ഭാവിക്ക് വിരോധമായി ശാപമായി തീർന്ന ഭാവി ജീവിതങ്ങളെ യേശുവിൻ നാമത്തിൽ ശാപമായി തീർന്ന ഭാവി ജീവിതങ്ങളെ യേശു മാറ്റുക. ആമേൻ. തലമുറകളുടെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന ആ ശാപങ്ങൾ, അവരെ ശാപത്തിന് കീഴ്പ്പിലാക്കിയ ആ പൈശാചിക മണ്ഡലത്തെ തകർത്ത്, നല്ലത് കാണുവാൻ കഴിയാതെ, ആഗ്രഹിച്ചിട്ടും നല്ല വിവാഹങ്ങൾ നടക്കാതെ, ആഗ്രഹിച്ചിട്ടും നല്ലതൊന്നും ഭവനത്തിനകത്ത് സംഭവിക്കാതെ, ആഗ്രഹിച്ചിട്ടും പ്രതീക്ഷിക്കുന്നത് പോലെ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ശാപത്തിന്റെ മനോഹരത്വം നഷ്ടപ്പെടുത്തി കളയുന്ന, ചന്തമായിരിക്കേണ്ടത്,
അനുഗ്രഹമായിരിക്കേണ്ടത് അവിധത്തിലായിരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ മനോഹരത്വത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന റാഥിയ ശഖ അയ്യേ വൃത്തികേടെന്ന് പറയും വിധത്തിൽ, മറ്റുള്ളവർ നോക്കി പരിഹസിക്കും വിധത്തിൽ ഒന്നുമില്ലാത്തവളാക്കുന്ന വലിയ ശൂന്യത കൊണ്ടുവരുന്ന നന്മയുടെ അനുഭവത്തെ പോലും കവർന്നു കളയുന്ന ശാപത്തെ ഇന്ന് രാത്രി യേശു നീക്കുവാൻ പോകുക. ആമേൻ. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. വചനം പറയുന്നു, അതെ, മരിപ്പിക്കുന്ന ശാപത്തെ, മരിപ്പിക്കുന്ന ശാപത്തെ. ഈ രാത്രി ആമേൻ സ്തോത്രം, ഇതിനകത്തായിരിക്കുമ്പോഴും ചിലർ കേൾക്കുന്ന വാക്കുകളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ സ്തോത്രം. എനിക്ക് മരിച്ചാൽ മതി. ആമേൻ സ്തോത്രം. നിന്നെയും കൊന്ന് ഞാൻ ചാകും. ആമേൻ സ്തോത്രം. ആമേൻ. നിങ്ങളെയും കൊന്ന് ഞാൻ ചാകും. ആമേൻ. മരിച്ചാൽ മതി. മരണത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന, മരണത്തെക്കുറിച്ച് മാത്രം ആവർത്തിച്ച് സംസാരിക്കുന്ന ചില വാക്കുകൾ. ആമേൻ സ്തോത്രം. നീ മരിച്ചു പോക, നീ ചത്തുകളയെ, നീ ചത്തുകളഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സംഭവിക്കത്തുള്ളൂ. നീ ചത്തുപോയാൽ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. നീ ചത്തുപോയാൽ മാത്രമേ ഞങ്ങളുടെ ആമേൻ സ്തോത്രം ഞങ്ങളുടെ ഇഷ്ടം നടക്കത്തുള്ളൂ. നീ ചത്തുപോയാൽ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ കരങ്ങളിൽ എത്തത്തുള്ളൂ. മരിപ്പിക്കുന്ന ചില വാക്കുകൾ, ചില ശാപത്തിന്റെ വാക്കുകൾ, ഉറക്കത്തെ പോലും നഷ്ടപ്പെടുത്തി അലയുമാറാക്കുന്ന ശാപത്തിന്റെ ചില വാക്കുകളെ ഈ രാത്രി യേശു ക്യാൻസൽ ചെയ്യുക. ആമേൻ. യേശുവിൻ നാമത്തിൽ നീ കേട്ട് ഭയപ്പെട്ട ശാപത്തിന്റെ വാക്കുകൾ അറിഞ്ഞോ അറിയാതെയോ നിന്റെ വായിൽ നിന്ന് വന്ന മരണകരമായ ആവർത്തിച്ച് ഒരിക്കൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ. ചിലർ ആവർത്തിച്ച് മരിപ്പിക്കുമെന്ന വാക്ക് കേൾക്കുന്നുണ്ട്. മരിക്കുമെന്ന വാക്ക് നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന മരിക്കുമെന്ന വാക്ക് ചിലർ ആവർത്തിച്ച് അറിഞ്ഞോ അറിയാതെയോ പറയുന്നുണ്ട്. ഞാൻ മരിച്ചു കളയും, ഞാൻ ചത്തുകളയും, ഞാൻ യേശുവിൻ നാമത്തിൽ ആ വാക്കുകൾക്ക് പിന്നിൽ വ്യാപരിക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളും യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ വൈകിയവേളയിൽ അഴിഞ്ഞു മാറുക. നിന്റെ കാതുകൊണ്ട് കേട്ട ആമേൻ ആ ശാപത്തിന്റെ വാക്കുകൾ ആമേൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, ഇനി ആ ശാപത്തിന്റെ വാക്കുകൾ ഞാൻ കേൾക്കരുതേ. മരിപ്പിക്കുമെന്ന ശാപത്തിന്റെ വാക്കുകൾ, നിന്റെ പ്രിയപ്പെട്ടവർ മരിച്ചു കിട്ടട്ടെ എന്ന ശാപത്തിന്റെ വാക്ക് സ്തോത്രം. ഈ വൈകിയവേളയിൽ ഈ മെസ്സേജ് നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ദൈവദാസനെ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? അങ്ങനെ ആരെങ്കിലും ആമേൻ അവൾ മരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട്, അവൻ മരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട്, ഞാൻ മരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട്, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? ആമേൻ സ്തോത്രം. നിങ്ങൾ ചോദിക്കുമ്പോൾ ആമേൻ തിരിച്ചറിയണമേ. ആമേൻ സ്തോത്രം. നിങ്ങൾ ആ വാക്കുകൾ കേൾക്കുന്നുവെങ്കിൽ ആ വാക്കുകളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ആമേൻ ചിലരെ കൊണ്ട് ആമേൻ ചിലത് പറയിപ്പിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം, നീ കേൾക്കുവാൻ ഇഷ്ടമില്ലാത്തത് പറയിപ്പിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം. ആ പൈശാചിക മണ്ഡലത്തിന് ശക്തിയുണ്ടോ എന്ന് നിങ്ങൾ ഈ വൈകിയ വേളയിൽ ചോദിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പറയും, ആമേൻ, ചില നാളുകൾക്ക് പിന്നിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക്. ആമേൻ സ്തോത്രം. ആമേൻ. നിന്റെ വരുമാന മേഖല, നീ പ്രതീക്ഷയോടെ നോക്കിയ ആ വരുമാന മേഖല ചിലരുടെ വാക്കിന് മുമ്പിൽ തകർന്നടിഞ്ഞത് നിനക്ക് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ രാത്രി നീ കേൾക്കുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. നീ പ്രതീക്ഷയോടെ നോക്കിയ നിന്റെ തലമുറയുടെ ഭാവി ആമേൻ സ്തോത്രം വലിയൊരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആയത് ചിലരുടെ വാക്ക് പോലെ തന്നെ, ആമേൻ, ചിലർ പറഞ്ഞതുപോലെ തന്നെ, ചിലർ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ചിലർ മുഖത്തു നോക്കി പറഞ്ഞതുപോലെ തന്നെ ജീവിതം പ്രതിസന്ധിയിലായ ചിലത് നിന്റെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നീ കേൾക്കുന്ന വാക്കിന് ശക്തിയുണ്ട്. ആ വാക്കുകൾ പറഞ്ഞ ദുഷ്ട മനുഷ്യരുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു വൈശാചിക മണ്ഡലമുണ്ട്. തങ്ങളുടെ ഇംഗിതം നിറവേറുവാൻ, തങ്ങളുടെ ഇഷ്ടം നിറവേറുവാൻ തക്കവണ്ണം മന്ത്രവാദങ്ങളിലൂടെ, ആഭിചാരങ്ങളിലൂടെ, ക്ഷുദ്ര പ്രയോഗങ്ങളിലൂടെ, നേർച്ച കാഴ്ചകളിലൂടെ തലമുറകളുടെ മേൽ അവകാശം പറഞ്ഞ്, കുടുംബത്തിന് മേൽ അവകാശം പറഞ്ഞ് യേശുവിൻ നാമത്തിൽ അവകാശവാദങ്ങളെ ആട്ടി ഉറപ്പിക്കും വിധത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളിൽ പിടിക്കപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ട് രാത്രികളിൽ പലപ്പോഴും ഉറങ്ങുവാൻ കഴിയാതെ ഒരാൾ ഒപ്പം നടക്കുന്നത് പോലെ, കട്ടിലിൽ നിന്ന് എഴുന്നേറ്റാൽ പോലും ഒപ്പം ഒരാൾ ഉള്ളതുപോലെ, നടന്നു തുടങ്ങുമ്പോൾ ഒപ്പം ഒരാൾ ഉള്ളതുപോലെ, നിന്നെ തള്ളി താഴെ ഇടുവാൻ തക്കവണ്ണം ഒപ്പം ഒരാൾ നിൽക്കുന്നത് പോലെ വെളിപ്പെട്ട് നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തിൽ
ബന്ധനത്തിൽ നിന്ന് ഇന്ന് ഈ വൈകിയ വേളയിൽ എൻ്റെ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരിക. റാഥാന ശഖ റദരെ ഷന്ധാർഗന. ആവർത്തിച്ച് പറയട്ടെ, ഈ രാത്രി നീ കടന്നു വന്നതല്ല, എൻ്റെ കർത്താവ് നിന്നെ കൂട്ടി വരുത്തിയതാ. ഇന്ന് ഈ വൈകിയ വേളയിൽ, ഈ ഞായറാഴ്ച വൈകുന്നേരം നീ ദൈവസന്നിധിയിലായിരിക്കുന്നത്, നീ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് വെറുതെ ഒരു ടൈം പാസിനല്ല, വെറുതെ ഒരു ടൈം പാസിനല്ല. ചില ദുഷ്ട മനുഷ്യരുടെ ഇംഗിതങ്ങൾക്ക് പിന്നിൽ വെളിപ്പെടുന്ന പൈശാചിക മണ്ഡലങ്ങളാൽ ഉരുവാക്കപ്പെടുന്ന ശക്തികളിൽ നിന്ന് നീ പുറപ്പെടുവാൻ, ഓ സ്തോത്രം, നീ പുറത്തു വരുവാൻ വേണ്ടിയാ. ആമേൻ, സ്തോത്രം. ചില ശാപകരമായ അനുഭവങ്ങളെ കർത്താവ് ഈ വൈകിയ വേളയിൽ മാറ്റുവാൻ പോകുക. ആമേൻ, സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ. ബുദ്ധിയെ പോലും കെട്ടിക്കളയുന്ന, ആമേൻ, സ്തോത്രം. പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, എങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ കഴിഞ്ഞു, എങ്ങനെ, ആമേൻ, സ്തോത്രം, എനിക്ക് ഇങ്ങനെ മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, തിരിച്ചറിയ, നിന്റെ ബുദ്ധിയെ പോലും കെട്ടി നീ പറയുവാൻ പാടില്ലാത്തത്, നീ ചെയ്യുവാൻ പാടില്ലാത്തതും ചെയ്യിപ്പിച്ച് കണ്ണുനീരിന്, നിരാശയ്ക്ക്, ഓറിയാധാര, നിലവിളി ഉയരുന്ന അനുഭവത്തിനുമാക്കി നിന്റെ ഭാവിയെപ്പോലും ഒരു ചോദ്യചിഹ്നമാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുമെന്ന ഒരു ഭയപ്പാട് ഉള്ളിൽ സംജാതമാക്കുന്ന ആ പൈശാചിക വ്യാപാരത്തിൽ നിന്ന്, ചില ദുഷ്ടമനുഷ്യരുടെ ഇംഗിതത്താൽ വെളിപ്പെട്ടു വന്ന ആ പൈശാചിക വ്യാപാരത്തിൽ നിന്ന് നിന്റെ മേൽ അവകാശം പറയുന്ന, നിന്റെ കുടുംബത്തിന് മേൽ അവകാശം പറയുന്ന, നിന്റെ ഭാവിക്ക് മേൽ അവകാശം പറയുന്ന, നിന്റെ നന്മകൾക്ക് മേൽ അവകാശം പറയുന്ന, നിന്റെ തലമുറകളുടെ മേൽ അവകാശം പറയുന്ന യേശുവിൻ നാമത്തിൽ ആ ശാപത്തിന്റെ മണ്ഡലങ്ങളെ, ശാപത്തിന്റെ കാരണമായി തീർന്ന ആ പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന് സ്വർഗം ഈ രാത്രി നിന്നെ പുറത്തു കൊണ്ടുവരിക. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നോക്കൂ, ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുക. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 19 മുതൽ 22 വരെ നമ്മൾ വായിച്ചു കേട്ട അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം. ആമേൻ. ആ സാക്ഷ്യം തുടങ്ങുന്നത് ഈ വിധത്തിലാണ്. ആമേൻ. ശപിക്കപ്പെട്ട ദേശത്തെക്കുറിച്ചുള്ള സ്തോത്രം. ചില വ്യക്തികളുടെ ആകുലത അല്ലെങ്കിൽ ആവലാതിയാണ് ദേശത്തിന് മേൽ വീണ ശാപം. യെരിഹോ എന്ന ദേശത്തിന് മേൽ വീണ ശാപത്തെക്കുറിച്ച്, ആമേൻ, ആ പ്രദേശത്തിൽ, ആ പട്ടണത്തിൽ വസിക്കുന്നവർ, പ്രദേശവാസികൾ പ്രവാചകന്റെ അടുക്കൽ പോയി അറിയിക്കുകയാണ്, യജമാനനായ പ്രവാചകനെ, ഞങ്ങളുടെ ദേശം ശാപഗ്രസ്തമായിരിക്കുന്നു, ഞങ്ങളുടെ ദേശം ശപിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. കേൾക്കണമേ, എന്തുകൊണ്ടാണ്, ആമേൻ, യെരിഹോ പട്ടണം അഥവാ യെരിഹോ എന്ന ദേശം ശാപത്തിന് ഇടപ്പെട്ടത്? യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. കാരണം ദൈവത്തിൻ്റെ ജനത്തിന് വിരോധമായി നിന്നവരാണ്, ആമേൻ, യെരിഹോ നിവാസികൾ. ദൈവത്തിൻ്റെ ജനത്തിനും ദൈവത്തിനും അവൻ്റെ വാഗ്ദത്തങ്ങൾക്കും വിരോധമായി നിന്നവർ ശപിക്കപ്പെട്ടവരായി മാറി. ഈ പകലിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിന്റെ മേൽ വെളിപ്പെടുവാനുള്ള ദൈവിക ആലോചനകൾക്ക് വിരോധമായി നിൽക്കുന്ന ഒരു കൂട്ടമുണ്ട്. നിനക്ക് വിരോധമായി നിൽക്കുന്ന ദേശമുണ്ട്, നിനക്ക് വിരോധമായി നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. ആമേൻ. കേൾക്ക്, അവർ ശപിക്കപ്പെട്ടവരാണ്. ഓ റീതാര ശഖ റദരെ ശന്ധാർഗന. നിനക്ക് വിരോധമായി, ഓ റീതാര ശഖ, നീ കേട്ട വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി, നിന്റെ തലമുറകൾക്ക് വിരോധമായി പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറകൾക്ക് വിരോധമായി, ഓ റിയാധാര, ഉപവസിക്കുന്ന, കരയുന്ന, ദൈവസന്നിധിയിലായിരിക്കുന്ന നിന്റെ തലമുറകൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന വ്യക്തികളെ ശാപത്തിൽ കീഴിലാക്കുന്ന ഒരു ദൈവം ഉണ്ട്. ആമേൻ, സ്തോത്രം. യെരിഹോ നിവാസികളും യെരിഹോവും ശപിക്കപ്പെട്ടു. കാരണം, ആമേൻ, സ്തോത്രം, വചനം പറയുന്നു, അവർ, ആമേൻ, ദൈവത്തിനും അവൻ്റെ ജനത്തിനും വിരോധമായി എഴുന്നേറ്റു. ദൈവത്തിനും അവൻ്റെ ജനത്തിനും വിരോധമായി എഴുന്നേറ്റു. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്ന വാക്കുകളാകാം. ദൈവത്തിന് വിരോധമായി, അഭിക്ഷുദ്ധന്മാർക്ക് വിരോധമായി, ആമേൻ, ആ പ്രാർത്ഥനകൾക്ക് വിരോധമായി, ആമേൻ, സ്തോത്രം, ചില വാക്കുകൾ ചിലർ കളി പോലെ പറയും. അവരറിയുന്നില്ല ശാപത്തിന് കീഴിലായിത്തീരുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കളി പോലെ അവിധത്തിൽ പറയുമ്പോൾ തിരിച്ചറിയുക, ശപിക്കപ്പെട്ടവർ ആകുന്നു. ആമേൻ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് വിശ്വസിച്ച് അവൻ്റെ വാക്കുകൾക്ക് പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് വിരോധമായി ഉയർത്തപ്പെടുന്ന ഓരോ സ്തോത്രം വാക്കുകളും ശാപത്തിന് ഇരയായി തീരുന്നു, ശാപത്തിന് കാരണമായി തീരുന്നു. കേൾക്കണമേ, ശാപം മാത്രമല്ല, ദൈവത്തിൻ്റെ ഭക്തർക്ക് വിരോധമായി, ദൈവത്തിൻ്റെ മക്കൾക്ക് വിരോധമായി എഴുന്നേറ്റത് കൊണ്ട് യെരിഹോ
യെരിഹോ നിവാസികൾക്ക് സംഭവിക്കുന്നത്. വചനം പറയുന്നു, ആമേൻ സ്തോത്രം, ശാപത്തിന് അവർ കീഴിലായി തീരുക മാത്രമല്ല, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർക്ക് വിരോധമായി, ആർക്കാണ്? ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് അവരുടെ വാഗ്ദത്തത്തിലേക്കുള്ള യാത്രയ്ക്ക് വിരോധമായി കെട്ടി ഉയർത്തപ്പെട്ട യെരിഹോ എന്ന മതിൽ, ആമേൻ, യെരിഹോ എന്ന മതിൽ വിരോധമായി, ഭക്തന് വിരോധമായി കെട്ടി ഉയർത്തപ്പെട്ട യെരിഹോ എന്ന മതിൽ തകരുവാൻ ഇടയായി. ഈ രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിന്റെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി നീ പ്രാപിച്ചെടുക്കേണ്ടത് പ്രാപിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന്, നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത്, ദൈവത്താൽ നിന്റെ ജീവിതത്തിൽ സംഭവ്യമാകേണ്ടത് അതങ്ങനെ സംഭവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് ഞങ്ങൾ ഈ ദേശത്തുണ്ടെങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കുന്നത് കാണണമെന്ന്, ഞങ്ങൾ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ നീ സന്തോഷമായിരിക്കുന്നത് കാണണമെന്ന്, നിന്റെ ജീവിതത്തിൽ ഒരു നല്ലത് നന്മയായി നടക്കുന്നത് കാണണമെന്ന്, നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നത് കാണണമെന്ന് വാതുവെച്ച് വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില മണ്ഡലങ്ങൾ കേൾക്ക്. ആമേൻ. മതിൽ കെട്ടി, ആമേൻ, വാഗ്ദത്തത്തിന് വിരോധമായി മതിൽ കെട്ടി 430 വർഷത്തെ കഷ്ടതയുടെ കഠിനതയുടെ അനുഭവത്തിൽ നിന്ന് ജനം പുറത്തു വരുവാൻ ആഗ്രഹിച്ച് വിടുതൽ ഈറ്റുനോവോടെ കാത്തിരിക്കുമ്പോൾ ആ സമയം മതിൽ കെട്ടി തടസ്സപ്പെടുത്തുന്ന ആ വ്യക്തി ജീവിതങ്ങൾ, ആമേൻ സ്തോത്രം, ആമേൻ, ഈ വൈകിയവേളയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, അവർ കെട്ടി ഉയർത്തുന്ന മതിലുകളെ, നിന്റെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി, നിന്റെ നന്മകൾക്ക് വിരോധമായി, നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിന് വിരോധമായി മനുഷ്യനും പിശാചും ചേർന്ന് കെട്ടി ഉയർത്തുന്ന മതിലുകൾ ഇന്ന് തകരുവാൻ പോകുക. ഈ വൈകിയ വേളയിൽ സ്തുതിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിനക്ക് മുമ്പ് യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറകളുടെ ഭാവിക്ക് വിരോധമായി മനുഷ്യനും പിശാചും കെട്ടി ഉയർത്തിയ മതിലുകൾ യേശുവിൻ നാമത്തിൽ ഈ വൈകിയ വേളയിൽ നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി കെട്ടി ഉയർത്തപ്പെട്ട മതിലുകൾ, നിന്റെ ആരോഗ്യത്തിന് വിരോധമായി കെട്ടി ഉയർത്തപ്പെട്ട മതിലുകൾ, ശക്തി വർദ്ധിപ്പിച്ച മതിലുകൾ, നിന്റെ നല്ല ജീവിതത്തിന് വിരോധമായി, നിന്റെ നന്മകൾക്ക് വിരോധമായി, നിന്റെ സന്തോഷത്തിന് വിരോധമായി, നിന്റെ സ്വസ്ഥതയ്ക്ക് വിരോധമായി മനുഷ്യന് പിശാചും കൂട്ടണി ഉണ്ടാക്കി കെട്ടി ഉയർത്തിയ മതിലുകൾ, അതെ ഈ വൈകിയ വേളയിൽ യേശുവിൻ നാമത്തിൽ ആ മതിൽ വീഴുക. ആമേൻ സ്തോത്രം. വചനം പറയുന്നു, ആമേൻ, അവർ കെട്ടി ഉയർത്തിയ മതിലിന് ചുറ്റും അവരുടെ കൈക്കരുത്ത് കൊണ്ടും ആൾബലം കൊണ്ടും നീണ്ട വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടും അവർ കെട്ടി ഉയർത്തിയ മതിൽ, ആമേൻ, ജനം കടന്നു പോകുന്നതിന് വിരോധമായി അവർ പ്രാപിച്ചെടുക്കുന്നതിന് വിരോധമായി ഞങ്ങളുടെ ദേശത്തിൽ നീ കാൽ കുത്തുവാൻ അനുവദിക്കത്തില്ല, ഞങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്നെ നിർത്തത്തില്ല, ഇവിടെ നീ നന്നാകത്തില്ല, ഇവിടെ നീ അനുഗ്രഹം പ്രാപിക്കത്തില്ല എന്ന് പറഞ്ഞ് ദേശത്തിന് മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ കൂട്ടുപിടിച്ച് അതിന് വിരോധമായി പദ്ധതികൾ ഒരുക്കുന്ന മനുഷ്യനും പിശാചും കേൾക്കുവാൻ ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ആമേൻ, നീ കെട്ടി ഉയർത്തുന്ന മതിൽ ദൈവജനത്തിന് മുമ്പിൽ നിൽക്കത്തില്ല. എന്നെ പ്രിയ സഭയെ കേൾക്ക്, ആമേൻ, നിനക്ക് വിരോധമായി കെട്ടി ഉയർത്തപ്പെടുന്ന ഒരു മതിലും നിൽക്കത്തില്ല, നിനക്ക് വിരോധമായി ഒരുക്കപ്പെടുന്ന ഒരു പദ്ധതിയും നിലനിൽക്കത്തില്ല, നിനക്ക് വിരോധമായി ശത്രു എഴുതി വെച്ച എഴുത്തുകുത്തുകൾ നിലനിൽക്കത്തില്ല, ശത്രുവിന്റെ ആലോചനകൾ നിലനിൽക്കത്തില്ല, ശത്രുവിന്റെ പദ്ധതികൾ നിലനിൽക്കത്തില്ല, ശത്രുവിന്റെ ഇഷ്ടങ്ങൾ നിലനിൽക്കത്തില്ല. യേശുവിൻ നാമത്തിൽ ആമേൻ, കെട്ടി ഉയർത്തപ്പെട്ട മതിലിന് ചുറ്റും, ആമേൻ, വെറും കൈയോടെ സ്തുതിയും സ്തോത്രവും ഉയരുന്ന അധരങ്ങളുമായി നടക്കുന്ന ജനത്തെ, ആമേൻ, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ആയുധബലമില്ല, ആമേൻ സ്തോത്രം, കരുത്തരായ ആയോധന കലകളിൽ അഗ്രഗണ്യന്മാരായവർ ഇല്ല, ദേശത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ല, നിന്റെ പരാജയം അതാണെന്ന് നീ വിലപിക്കുന്നുണ്ട്. എനിക്കൊപ്പം നിൽക്കുവാൻ ആളില്ലാത്തത് കൊണ്ട്, ഈ കുടുംബത്തിനകത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ലാത്തത് കൊണ്ട്, ഇവർ എനിക്കൊപ്പം നിൽക്കാത്തത് കൊണ്ട്, ഇവിടെ എന്നെ ഈ ദേശത്തിൽ സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ പരാജയപ്പെട്ടു പോകുന്നു, ഞാൻ തളർന്നു പോകുന്നു, നിരാശയോടെ ഭാരത്തോടെ ആയിരിക്കുന്നു. കേൾക്ക്, ചുറ്റി നടന്നവർക്ക് മുമ്പിൽ ആ മതിൽ വീണുവെങ്കിൽ ഒരു വിടുതലിനായി അലഞ്ഞു നടക്കുന്ന നിന്റെ ജീവിതത്തിൽ, ആമേൻ, നിനക്ക് മുമ്പിൽ ശത്രു വിരോധമായി കെട്ടി ഉയർത്തിയ, വിടുതലിന് വിരോധമായി കെട്ടി ഉയർത്തിയ മതിലുകളെ സ്വർഗം തകർക്കുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആമേൻ. നിന്റെ ചുറ്റി നടക്കലിന് കർത്താവ് അറുതി വരുത്തുക. ഒത്തിരിയായി ഓടി നടക്കുന്ന അനുഭവത്തിന്, ഒത്തിരിയായി അലഞ്ഞു തിരിയുന്ന അനുഭവത്തിന്, എവിടെ ആരിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകും?
ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥയ്ക്ക് എവിടെ എനിക്കൊരു മാറ്റമുണ്ടാകും, എവിടെ എൻ്റെ കണ്ണുനീരിനൊരു അവർതി ഉണ്ടാകും. ഓ സ്തോത്രം. ചുറ്റി നടക്കുന്ന അനുഭവത്തിന് എൻ്റെ കർത്താവ് ഇന്ന് ഈ വൈകിയ വേളയിൽ അറുതി വരുത്തുവാൻ പോകുക. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ച് വിളിച്ചു പറയട്ടെ. ആമേൻ. സ്തോത്രം. നിന്നോട് തന്നെ വിശ്വാസത്തോടെ ആമേൻ. സ്തോത്രം. ആമേൻ പറഞ്ഞ് ഏറ്റെടുക്ക്. നിന്റെ ചുറ്റി നടപ്പിന് എൻ്റെ യേശു അറുതി വരുത്തുക. നിന്റെ ഓടി നടപ്പിന് എൻ്റെ യേശു അറുതി വരുത്തുക. നിന്റെ അലച്ചിലിന് എൻ്റെ യേശു അറുതി വരുത്തുക. ആമേൻ. സ്തോത്രം. ബോവസിന്റെ വായിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ രൂത്ത് കേട്ട വാക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചന ദൂതായി ചിലർക്ക് കൈമാറട്ടെ. മകളെ, ഇനി പെറുക്കുവാൻ അലയണ്ട. നിന്റെ അലച്ചിലിന് എൻ്റെ കർത്താവ് അറുതി വരുത്തിയിട്ടുണ്ട്. ആമേൻ. ഇനി നീ അലയണ്ട. നീ എത്തപ്പെട്ട സ്ഥാനം, നിനക്ക് വേണ്ടത് ദൈവം കരുതിയിട്ടുണ്ട്. നീ എത്തപ്പെട്ട സ്ഥാനത്ത്, നീ ചെന്നെത്തിയ നിന്റെ അലച്ചിലിന് തലമുറകളെ കുറിച്ചോർത്തുള്ള വിലാപത്തിന് യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ചില വിലാപത്തിന്റെ അനുഭവങ്ങൾക്ക്, ചില അലച്ചിലിന്റെ അനുഭവങ്ങൾക്ക്, ചില നല്ലതിന് വേണ്ടിയുള്ള തേടലുകളുടെ അനുഭവത്തിന് ഈ വൈകിയവേളയിൽ എൻ്റെ കർത്താവ് അറുതി വരുത്തിയിട്ടുണ്ട്. ബോവസിന്റെ വയലിൽ സ്തോത്രം വേണ്ടത് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. നീ തേടി വന്നത് വെറുതെയല്ല. നീ തേടി വന്നത് വെറുതെയല്ല. നിനക്ക് വേണ്ടത് ഒരുക്കിയിട്ടുണ്ട്. ആ രാജ്യത്തെ സഹോദര, നിനക്ക് വേണ്ടത് ഒരുക്കിയിട്ടാണ് അവിടേക്ക് എൻ്റെ കർത്താവ് നിന്നെ അയച്ചത്. യേശുവിൻ നാമത്തിൽ ആ കുടുംബത്തിനകത്ത് സഹോദരിയെ, നിനക്ക് വേണ്ടത് ഒരുക്കിയിട്ടാണ് എൻ്റെ കർത്താവ് നിന്നെ അവിടേക്ക് അയച്ചത്. നീ അലയേണ്ട. ആമേൻ. ഹല്ലേലൂയ. നീ അലയേണ്ട. മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ നീ പോകേണ്ട. അളന്ന് തരുവാൻ ബോവസിന്റെ വയലിൽ നീ ആയിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രാപിച്ചു മടങ്ങുവാൻ തക്കവണ്ണം. Thank you, Lord. Thank you, Jesus. Hallelujah. ആമേൻ. ചിന്തയിലേക്ക് വേഗത്തിൽ മടങ്ങി വന്നാട്ടെ. ആമേൻ. 2-ാം അധ്യായം ആമേൻ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ സ്തോത്രം, ആ എരിഹോ നിവാസികൾ, ആ ജനം, അവർ എത്തേണ്ട സ്ഥാനത്ത് എത്തി. അവർ എത്തേണ്ട സ്ഥാനത്ത് എത്തേണ്ടവന്റെ അടുക്കൽ എത്തിച്ചേർന്നു. ദൈവ സാന്നിധ്യം ശരിയാം വണ്ണം തിരിച്ചറിഞ്ഞവന്റെ അടുക്കൽ, എലീശ എന്ന പ്രവാചകന്റെ അടുക്കൽ അവൻ എത്തിച്ചേർന്നു. എന്താണ് എലീശായുടെ പ്രത്യേകത? ഏലിയാവിന്റെ വാക്ക് കേട്ട മാത്രം തന്നെ തന്റെ 12 ഏർക്കാളകളെയും ആമേൻ സ്തോത്രം മാറ്റി നിർത്തി. ആമേൻ സ്തോത്രം. ആ ഏർക്കാളകളിൽ ഉഴന്നു നിന്ന അവസ്ഥയെ മാറ്റി തന്റെ മാതാപിതാക്കളെ ചുംബിച്ച് ആമേൻ എലീശായുടെ പിന്നാലെ കൂടിയവൻ, ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവന് ആമേൻ ചിലതിനെയൊന്നും പിടിച്ചു വെച്ച് ഇരിക്കുവാൻ കഴിയത്തില്ല. ആമേൻ സ്തോത്രം. അർത്ഥം, ഇപ്പോഴും വിടുവാൻ കഴിയാതെ ചിലതിനെയും പിടിച്ചായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ആമേൻ. നീ ചിലതിനെ വിടുമെങ്കിൽ ആമേൻ, നീ കേൾക്കുന്ന ശബ്ദത്തിന്റെ ഉടമസ്ഥനേക്കാൾ ഇരട്ടിയായി നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് ഈ വൈകിയവേളയിലും നിന്റെ അടുക്കലുണ്ട്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ആമേൻ. എലീശയ്ക്കൊപ്പം കൂടിയ ആമേൻ സ്തോത്രം. നോക്കൂ. ആമേൻ സ്തോത്രം. 2-ാം അധ്യായം സ്തോത്രം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആമേൻ. മാറ്റി നിർത്തുവാൻ നോക്കിയിട്ടും ഏലിയാവിന് ആ അടുക്കൽ നിന്ന് മാറി നിൽക്കാതെ, നിന്നാണ് എൻ്റെ പ്രാണനാണ്, നിന്നെ വിട്ട് എനിക്കൊരു യാത്രയില്ല എന്ന് പറഞ്ഞ് സ്തോത്രം ഏലിയാവോട് കൂടെ നടന്ന എലീശ ഇരട്ടി പങ്കിന്റെ അഭിഷേകം കൈപ്പറ്റിയതുപോലെ, ഇരട്ടി പങ്കിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് പുറത്തു വന്നതുപോലെ ഈ വൈകിയവേളയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ഏൽപ്പിച്ചു കൊടുത്ത് ദൈവ സാന്നിധ്യത്തിനൊപ്പം സഞ്ചരിക്കുവാൻ തയ്യാറാണെങ്കിൽ, നീ കേട്ടിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നീ കണ്ടിട്ടുള്ള അനേകർ ചെയ്യുന്നതിലും അധികം കർത്താവിന്റെ നാമത്തിൽ ചെയ്യുവാൻ സഹോദരൻ, നിന്നെ കുടുംബമായി കർത്താവ് വിളിച്ചിറക്കിയതാ. നിന്നെ കുടുംബമായി കർത്താവ് വിളിച്ചിറക്കിയ നാൾ മുതൽ അലയുമാറാക്കി കൊല്ലുവാൻ തക്കവണ്ണം പദ്ധതികൾ ഒരുക്കി ഓടിച്ചു. കല്ലെറിയുന്ന അനുഭവങ്ങൾ, നിന്നയായി, അപമാനമായി, ഉപദ്രവമായി, നിന്റെ ഭാര്യയ്ക്ക് ഭ്രാന്തെന്ന് പോലും പറയുന്ന അനുഭവത്തിൽ
സ്ഥാനത്തിൽ എത്തിച്ചേർന്ന പൈശാചിക മണ്ഡലങ്ങൾ തിരിച്ചറിയ. അന്ന് മുതൽ നീ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. നിന്നെയും നിന്റെ കുടുംബത്തെയും കുടുംബമായി കർത്താവ് പ്രയോജനപ്പെടുത്തും. ആമേൻ. നീ കേട്ട ആമേൻ റാധിയ ശഖ അനേക ശബ്ദങ്ങളുടെ ഉടമകളെ പ്രയോജനപ്പെടുത്തിയതിലും അധികമായി ഇരട്ടി പങ്കിന്റെ അഭിഷേകത്തോടെ റാധിയ ശഖ ഇന്ന് പകൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇരട്ടി പങ്കിന്റെ അഭിഷേകത്തോടെ, ഇരട്ടി പങ്കിന്റെ അഭിഷേകത്തോടെ ഈ കാലഘട്ടത്തിൽ നീ കാണുന്ന, ഈ കാലഘട്ടത്തിൽ നീ അറിയുന്ന ഒത്തിരി പേരെക്കാൾ ശ്രേഷ്ഠനായി, ഒത്തിരി കാര്യക്കാൾ ശ്രേഷ്ഠമതികളായി നിന്നെ നിർത്തുന്ന ഒരു കർത്താവുണ്ട്. ഒരു പ്രാർത്ഥനാ വിരയായി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നീ അറിയുന്ന കാണുന്ന ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കരയുന്ന, ഇടിവിൽ നിൽക്കുന്ന, മധ്യസ്ഥത അണയ്ക്കുന്ന, അതേ കേൾക്ക്, കരയുന്ന ചിലരുണ്ട്, മരണത്തെ മാത്രം ചിന്തിക്കുന്ന ചിലരുണ്ട്. നിന്റെ ചുറ്റുവട്ടത്ത് തന്നെ ആമേൻ കാത് തുറന്നാൽ നിനക്കത് അറിയാം. ആമേൻ ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയിൽ ചിലത് പുറത്തു വരുവാൻ പോകുക. ശക്തന്മാർ പ്രാർത്ഥിച്ചിട്ട് സംഭവിച്ചാത്തത് നീ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുവാൻ ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ പോകുക. മരണത്തിനായി എങ്ങി കാത്തിരിക്കുന്ന ചില വ്യക്തികൾ നിന്നെ പോലെ കല്ലറ് കൊണ്ട് ഓടുന്ന ചിലർ വിടുവിക്കപ്പെടുവാൻ പോകുക. നിന്നെ പോലെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ചിലർ വിടുവിക്കപ്പെടുവാൻ പോകുക. നിന്നെ പോലെ ബാധ്യതയിൽ പെട്ടുപോയ ചിലർ, നിന്നെ പോലെ ഒറ്റപ്പെട്ടു പോയ ചിലർ, നിന്നെ പോലെ തളർന്നു പോയ, തകർന്നു പോയ ചിലർ, നിന്നെ പോലെ പരാജയപ്പെട്ടു പോയ ചിലർ. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി യേശുവേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. നോക്കൂ, ആ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പിന്നെയും അവിടെ കാണുവാൻ കഴിയും കാഴ്ചയ്ക്ക് ഭംഗിയുള്ള ദേശം. ആമേൻ. സ്തോത്രം. മറ്റുള്ളവർക്ക് ആമേൻ സ്തോത്രം പറയുവാൻ നല്ലത് മാത്രമേ ഉള്ളൂ. പുറത്തു നിന്ന് നോക്കിയാൽ എല്ലാമുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, ആമേൻ സ്തോത്രം, പലതും അങ്ങനെ അങ്ങനെ പറയുവാനുണ്ട്. എന്നാൽ അകത്തേക്ക് വന്നു നോക്കിയാൽ പുറമേ കാണുന്ന മനോഹരത്വം ഒന്നും ഇല്ലാത്ത അവസ്ഥ, നല്ലതൊന്നും പറയുവാൻ ഇല്ലാത്ത അവസ്ഥ. വചനം പറയുന്നു ആമേൻ സ്തോത്രം. നോക്കൂ, ഇരിപ്പ് മനോഹരമാണ്. ആമേൻ. ആ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാണെന്ന് യജമാനൻ കാണുന്നുവല്ലോ. ആമേൻ. ദേശവാസികൾ ചോദിക്കുകയാണ്, യജമാനനെ, നിന്റെ ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരം ആണല്ലോ. ആമേൻ സ്തോത്രം. ആമേൻ. നിങ്ങൾ പലരെയും സമീപിക്കുമ്പോൾ അവർ പോലും പറയുന്നുണ്ട്, ആമേൻ നിന്റെ ജീവിതം കൊള്ളാം, നീ നന്നായിരിക്കുന്നുവല്ലോ. ആർക്കും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ അകത്തളങ്ങളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ശാപത്തിൻ്റെതായ മണ്ഡലം ഇന്ന് രാത്രി ആമേൻ അകത്തളത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന, ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, നിന്റെ പുറമേ കാണുന്ന അനുഭവങ്ങളെ മാത്രം പല കണ്ണുകളും കണ്ട് നിന്നെ വിലയിരുത്തുമ്പോൾ അകത്തളത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു ശൂന്യതയുടെ അനുഭവം ജീവിപ്പിക്കത്തില്ല എന്ന് മരിപ്പിക്കുവാൻ തക്കവണ്ണം പുറമേയുള്ള കാര്യമല്ല. ആമേൻ സ്തോത്രം. ഏലിശ കണ്ട പുറമേയുള്ള കാര്യമല്ല, ഏലിശയുടെ കണ്ണുകൊണ്ട് കാണുന്ന പുറമേയുള്ള കാര്യമല്ല. ആമേൻ. നീ കാണുവാൻ പോയ പലരും പറയുന്ന പുറമേയുള്ള കാര്യമല്ല. ദേശത്തിൽ പലരും നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ പുറമേയുള്ള കാര്യമല്ല. എല്ലാം ഉണ്ടല്ലോ, നിനക്ക് എന്തിൻ്റെ കുറവാ? എന്തിനാ ഇങ്ങനെ ഓടുന്നത്? എന്തിനാ ഇങ്ങനെ അലയുന്നത്? എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ചോദിച്ച് മനോഹരമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന അവസ്ഥ കേൾക്ക്. ആമേൻ. ആർക്കും കാണുവാൻ കഴിയാത്ത അകത്തളത്തിലെ ശൂന്യതയുടെ അനുഭവത്തിന് കാരണമായി തീർന്ന, ആമേൻ മരിപ്പിക്കുന്ന, അഥവാ ജീവനുള്ളതൊന്നും പുറത്തു വരുവാൻ ഇടവരാത്ത വിധത്തിൽ, നല്ല വിധമൊന്ന് സന്തോഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, സമാധാനത്തോടെ സ്വസ്ഥമായി സന്തോഷത്തോടെ ജീവിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ അകത്തളത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ശൂന്യത യേശുവിൻ നാമത്തിൽ. ഓ, നിന്റെ അന്തരംഗത്തെ കാണുന്ന ഒരു ദൈവം ലോകം പുറമേ ഉള്ളത് കാണുന്നു. സഹോദരി, ലോകം പുറമേ ഉള്ളത് കാണുന്നു. എൻ്റെ ദൈവം അവൻ ഹൃദയങ്ങളെ ആരായുന്നുണ്ട്. അവൻ നിന്റെ ഹൃദയത്തെ കാണുന്നുണ്ട്. നിന്റെ ഭവനത്തിനകത്തെ ശൂന്യത അവൻ കാണുന്നുണ്ട്. നിന്റെ ജീവിതത്തിലെ ഇല്ലായ്മ അവൻ കാണുന്നുണ്ട്. നിന്റെ ജീവിതത്തിലെ തകർച്ച അവൻ കാണുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച് നീ നരകിച്ചായിരിക്കുന്ന അവസ്ഥയെ എൻ്റെ ദൈവം കാണുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പട്ടണവാസികൾ വന്ന് ചോദിക്കുക, പ്രവാചകനെ, നീ കാണുന്നുവല്ലോ ഞങ്ങളുടെ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാണ്. ആമേൻ സ്തോത്രം. അതിനു മുമ്പും അവർ ഒരുപക്ഷെ ഒത്തിരി പ്രവാചകന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഒത്തിരി അഭിഷിക്തന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഞങ്ങളുടെ പട്ടണത്തിൽ പ്രശ്നമുണ്ട്, യെരിഹോ എന്ന ഞങ്ങളുടെ പട്ടണത്തിൽ പ്രശ്നമുണ്ട്, ഞങ്ങളുടെ പട്ടണത്തിൽ പല പല പ്രതിസന്ധികളുണ്ട്. എന്നാൽ ആ പട്ടണത്തിന്റെ മനോഹരമായ
മനോഹരമായ പണിയപ്പെടൽ കണ്ട് പുറമേ ഉള്ളത് കാണുവാൻ കഴിയുന്നവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ പറയുന്നത് പോലെ അല്ല, ഞങ്ങൾ കാണുമ്പോൾ മനോഹരമാണല്ലോ, മനോഹരമായ പട്ടണമാണല്ലോ, നല്ല സ്ഥാനത്ത് അത് ഇരിക്കുന്നുവല്ലോ, നല്ല നിലയിൽ അത് ആയിരിക്കുന്നുവല്ലോ. ആമേൻ. ഈ പട്ടണവാസികൾ അതുകൊണ്ടായിരിക്കണം എലീശായോട് ചോദിച്ചത്, ആമേൻ, നീയും കാണുന്നുവല്ലോ പട്ടണത്തിന്റെ ഇരിപ്പം മനോഹരമെന്ന്. എന്നാൽ അവർക്കറിയത്തില്ല, പുറമേ ഉള്ളത് കാണുന്നവൻ മാത്രമല്ല എലീശ, അകത്തളങ്ങളിലെ ശൂന്യത എലീശ കാണുന്നുണ്ട്. ഇന്ന് ഈ വൈകവേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, പുറമേ ഉള്ളത് കാണുന്ന മനുഷ്യരെ പോലെയല്ല, നിന്റെ അകമേയുള്ള അകത്തളത്തിലെ ശൂന്യത കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ശൂന്യതയ്ക്ക് ആർക്കും കാണുവാൻ കഴിയാത്ത, ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാതെ നിന്നെ നിലവിളിപ്പിക്കുന്ന, മരണത്തിനായി നിന്നെ ഏങ്ങുമാറാക്കുന്ന ഒരു ഭ്രാന്തിയെ പോലെ ഓടുമാറാക്കുന്ന ആ അകത്തളത്തിലെ ശൂന്യതയെ കാണുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ അകത്തളത്തിലെ ഇടിഞ്ഞ അവസ്ഥയെ കാണുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ അകത്തളത്തിലെ തകർന്ന നുറുങ്ങിയ ഹൃദയത്തെ കാണുന്ന ഒരു കർത്താവുണ്ട്. പലപ്പോഴും ഭ്രാന്തിന്റെ വക്കോളം എത്തി തിരികെ നടക്കുന്ന ഒരു അവസ്ഥയെ കാണുന്ന സ്തോത്രം, ഒരു കർത്താവുണ്ട്. ആമേൻ. ചത്തുകളയുമെന്ന്, ആമേൻ, സ്തോത്രം, കൊന്നുകളയുമെന്ന് വാദിപ്പിച്ച് വെല്ലുവിളിപ്പിക്കുന്ന, നാവിന് നിന്നെ ഉടമയാക്കി മാറ്റുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ശൂന്യതയെ കാണുന്ന ഒരു കർത്താവുണ്ട്. യേശുവിൻ നാമത്തിൽ ആമേൻ, സ്തോത്രം. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ഒത്തിരി പ്രവാചകന്മാർ ആ പട്ടണവാസികളുടെ അവസ്ഥ കേട്ട് പട്ടണം മനോഹരമാണല്ലോ എന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ വാചനം പറയുന്നു, ആമേൻ, സ്തോത്രം, പട്ടണവാസികളുടെ ആശങ്ക തിരിച്ചറിയുവാൻ എലീശ എന്ന പ്രവാചകന് കഴിഞ്ഞു. എലീശ എന്ന പ്രവാചകന് കഴിഞ്ഞു. ആമേൻ, സ്തോത്രം. പലർക്കും, ആമേൻ, സ്തോത്രം, പലർക്കും കഴിയാത്തത്. ആമേൻ, സ്തോത്രം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സ്തോത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു, വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നു. വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവുമാകുന്നു. അഥവാ പുതിയതൊന്നും ഉണ്ടാകുന്നില്ല. ചില വർഷങ്ങളായി പുതിയതൊന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ, ഏറ്റവും വലിയ സങ്കടവും വേദനയും ഒരേ കാര്യം ആവർത്തിച്ച് ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഏറ്റവും വലിയ ആവർത്തന വിരസതയാണ് ഏറ്റവും വലിയ ദുഃഖം. അങ്ങനെയെങ്കിൽ കഷ്ടത എന്ന ആവർത്തന വിരസത സഹിച്ച്, ഞെരുക്കമെന്ന ഇല്ലായ്മ എന്ന ആവർത്തന വിരസത സഹിച്ച് കേട്ടായിരിക്കുന്ന പ്രിയരെ വിളിച്ചു പറയട്ടെ, പുതിയതുണ്ടാകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ശാപത്തിന്റെ മണ്ഡലത്തെ നീക്കുന്ന ഒരു കർത്താവ് ഈ രാത്രി നിന്റെ അടുക്കലുണ്ട്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാത്തിരിക്കുന്ന പുതിയൊരു വരുമാന മേഖലയെന്ന ആ അനുഗ്രഹത്തിന് മേൽ കയറ്റി വെക്കപ്പെട്ട ശാപത്തെ തകർക്കുന്ന ഒരു കർത്താവ്. നിന്റെ ഭവനത്തിന്റെ എണ്ണത്തെ വർദ്ധിപ്പിക്കേണ്ട ആ വർധനവിന് തടസ്സമായി കയറ്റി വെക്കപ്പെട്ട ശാപമെന്ന നുകത്തെ തകർക്കുന്ന ഒരു കർത്താവ് യേശുവിൻ നാമത്തിൽ 2021 മുതൽ തടഞ്ഞു വയ്ക്കുന്ന വർധനവിന്റെ അനുഭവങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന സകല പോരുകളെയും ആ ശാപത്തെയും തകർത്ത് 2025 കാണുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ വർധനവ് നിന്റെ ഭവനത്തിനകത്ത് ഒരുക്കി തരുന്ന ഒരു കർത്താവ് യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഈ രാത്രിയിൽ മേൽപ്പിച്ച് പ്രാർത്ഥിക്കുക, 2025 ആമേൻ, ഹല്ലേലൂയ, ആ ശാപത്തെ തകർത്ത് വർധനവിനെ എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തരിക. വർധനവിനെ, സ്വന്തം ഭവനമെന്ന വർധനവിനെ, ആമേൻ, സ്തോത്രം, നല്ല ജോലി എന്ന വർധനവിനെ, വിവാഹം എന്ന വർധനവിനെ, തൊഴിലെന്ന വർധനവ്, ആത്മീയ ജീവിതം എന്ന വർധനവിനെ, ശുശ്രൂഷ എന്ന വർധനവിനെ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ വർധനവ് തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കേട്ടുപഴകിയ, കണ്ടുമടുത്ത ആ പഴമകൾക്ക് ഇന്ന് ഈ വൈകിയവേളയിൽ എൻ്റെ യേശു അറുതി വരുത്തുക. ആമേൻ. നീ കേട്ട് പഴകിയ ചില വാക്കുകൾക്ക് എൻ്റെ യേശു അറുതി വരുത്തുക. ഇല്ല എന്നുള്ള ചില വാക്കുകൾക്ക്, നടക്കത്തില്ല എന്നുള്ള ചില വാക്കുകൾക്ക്, നീ വെറുതെ സ്വപ്നം കാണണ്ട എന്നുള്ള ചില വാക്കുകൾക്ക്, നിനക്കത് കിട്ടത്തില്ല എന്ന ചില വാക്കുകൾക്ക്, അത് നടക്കത്തില്ല എന്ന ചില വാക്കുകൾക്ക് ഈ രാത്രി എൻ്റെ ദൈവം അറുതി വരുത്തുക. 2024 കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നടക്കത്തില്ല എന്ന, കിട്ടത്തില്ല എന്ന ചില വാക്കുകളെ എൻ്റെ യേശു നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി. യെസ്, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ.
സ്തോത്രം. ആമേൻ. നോക്കിയേ, എവിടെയാണ് സ്തോത്രം ആ പ്രശ്നം നിഴലിച്ച് നിൽക്കുന്നത്? രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 21-ാം അധ്യായം ആ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീരുറവിൽ തന്നെ ശാപം. ആമേൻ. സ്തോത്രം. ഉറവിൽ തന്നെ, ആമേൻ, സകലത്തിൻ്റെയും ആരംഭത്തിൽ തന്നെ ശാപം. എല്ലാ തുടക്കങ്ങളെയും മോശമാക്കി തീർക്കുന്ന, മനോഹരമായി തീരുവാൻ വേണ്ടി തുടങ്ങുന്ന തുടക്കങ്ങളെ മോശമാക്കി തീർക്കുന്ന, തുടക്കത്തിലെ കല്ലുകടി ഉണ്ടാക്കുന്ന, തുടക്കത്തിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, തുടക്കത്തിലെ പ്രതിസന്ധികൾ ഉയർത്തുന്ന, തുടക്കത്തിലെ വെല്ലുവിളികൾ ഉയർത്തുന്ന, ആമേൻ, സ്തോത്രം, ശാപത്തിൻ്റെ മണ്ഡലം. ആമേൻ. എവിടെയാണ് യെരിഹോവിൽ ശാപം വെളിപ്പെട്ട് നിന്നത്? ആമേൻ. തുടക്കത്തിൽ തന്നെ, ഉറവയിങ്കൽ തന്നെ, തുടക്കത്തിൽ തന്നെ. നല്ലതുണ്ടാകേണ്ടടുത്ത് നിന്ന് നല്ലത് ഉണ്ടാകുന്നില്ല. പ്രതീക്ഷിക്കുക. ആമേൻ. ആ ഫോൺ കോളിന് വേണ്ടി പ്രതീക്ഷിക്കുക. ഓ റീധാര ശക യേശുവിൻ നാമത്തിൽ ആ നല്ലത് കേൾക്കുവാനുള്ള ഫോൺ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പക്ഷേ ആമേൻ, ശാപം ആമേൻ ഉറവയിൽ നിറഞ്ഞിരിക്കുന്നു. ആമേൻ. ആ വെയിറ്റ് ചെയ്യൽ ആമേൻ അനന്തമായി നീണ്ടുപോകുന്നു. കേൾക്ക്, ഈ രാത്രി ആമേൻ, സ്തോത്രം, ആവർത്തിച്ച് പറയട്ടെ, ഈ രാത്രി ആ വെയിറ്റ് ചെയ്യലിന് എൻ്റെ ദൈവം അറുതി വരുത്തുക. എത്ര പേർ വിശ്വസിക്കും? ആമേൻ. ഹല്ലേലൂയ. ആ വെയിറ്റ് ചെയ്യലിന്, ആ കാത്തിരിപ്പിന് എൻ്റെ ദൈവം അറുതി വരുത്തുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ആമേൻ. ഉറവയിൽ തന്നെ വെളിപ്പെട്ടു നിന്ന ശാപം. ആമേൻ. സ്തോത്രം. നോക്കൂ, സ്തോത്രം, വചനം പറയുന്നു, സ്തോത്രം, 22-ാമത്തെ വാക്യത്തിൽ ആ വെള്ളം പഥ്യമായി തീർന്നു. ആമേൻ. പഥ്യമായി തീർന്നു എന്നല്ല, അതിന്ന് വരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഉറവയിലെ വെളിപ്പെട്ട ശാപം, ഉറവയിലെ തന്നെ തീർത്ത പ്രവാചകൻ. ഇന്ന് ഈ വൈകവേളയിലും വിളിച്ചു പറയട്ടെ, എവിടെയാണോ ശാപം തുടങ്ങിയത് അവിടെ തന്നെ ഇന്ന് അതിന് അറുതി ഉണ്ടാകും. ആമേൻ. ആരിലൂടെയാണോ ആ ശാപം നിന്റെ ഭവനത്തിനകത്ത് കടന്നു വന്നത് അവിടെ അറുതി ഉണ്ടാകും. എവിടെ നിന്നാണോ ആമേൻ ജനിച്ചു വരേണ്ട നല്ലതൊക്കെ നശിച്ചു തുടങ്ങിയത് അവിടെ ആമേൻ ഇന്ന് ഈ വൈകിവേളയിൽ എൻ്റെ കർത്താവ് അതിന് അറുതി വരുത്തുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. തൊഴിൽ മേഖലമേലുള്ള ശാപം മാറുക. ആമേൻ. വരുമാന മേഖലമേലുള്ള ശാപം മാറുക. ഓർ ഈ ധാരാ ശക ശക്തമായി ഉറവകൾ ഒഴുകുവാൻ പോകുക. നിന്റെ ബിസിനസ്സിൽ നിന്ന്, നിന്റെ തൊഴിലിടത്തിൽ നിന്ന് റാധിയ ശക റധരെ ഷന്ധാരകന നീണ്ട നാളുകളായി നീ കുഴി കുഴിച്ച് കാത്തിരിക്കുക, അതൊന്ന് നിറഞ്ഞു കിട്ടുവാൻ വേണ്ടി. എന്നാൽ ശാപം കയറി ഉറവകൾ വറ്റിപ്പോകുന്ന അവസ്ഥ, ഉറവകൾ വറ്റിപ്പോകുന്ന അവസ്ഥ. ആരോ കരയുന്നുണ്ട്. ആവശ്യങ്ങൾ ഒത്തിരിയാണ്, എനിക്ക് ആവശ്യങ്ങൾ ഒത്തിരിയുണ്ട്, മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്, അവരുടെ ഭാവിക്ക് ആവശ്യങ്ങളുണ്ട്. എന്നാൽ ഉറവയിൽ തന്നെ ശാപം നിറഞ്ഞ് ആമേൻ ഉറവയെ വറ്റിച്ചു കളയുന്ന അനുഭവം, നിന്റെ വരുമാന മാർഗത്തെ തകർത്ത് കളയുന്ന, നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടേണ്ട, നിന്റെ കുടുംബത്തിന്റെ പേര് മാറുവാൻ തക്കവണ്ണം വെളിപ്പെടേണ്ട ചില നന്മയുടെ അനുഭവങ്ങളെ തകർത്ത് കളയുന്ന ശാപത്തെ എൻ്റെ യേശു നീക്കുകയാണ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന ശന്ധാരകന ദീപൽ ഭൗഡ ശന്ധാരകന. ആ ശാപം പഥ്യമായി തീരുക, ആ ശാപം പഥ്യമായി തീരുക, ആ ശാപം പഥ്യമായി തീരുക. ആമേൻ. ചില വാക്കുകൾ തുടങ്ങിയ ശാപം, ചില വാക്കുകളിൽ തുടങ്ങിയ ശാപം, ചില വെല്ലുവിളികളിൽ തുടങ്ങിയ ശാപം, നിന്റെ തലമുറകൾ കേട്ട ചില വാക്കുകളിൽ, നിന്റെ തലമുറകളിൽ ഓർ ഈ ധാരാ ശാഖ തലമുറകളെ കുറിച്ച് നീ കേട്ട വാക്കുകളിൽ വെളിപ്പെട്ട ചില ശാപത്തിന്റെ മണ്ഡലങ്ങൾ റാധേനെ ശന്ധാരകന ദീപൽ ബൗഡ ശന്ധോരകന യേശുവിൻ നാമത്തിൽ ഉറവയിലെ തന്നെ നീ കേട്ട സ്ഥാനത്ത്, ചില ശാപത്തിന്റെ വാക്കുകൾ നീ കേട്ട സ്ഥാനത്ത്, നിന്റെ തലമുറയുടെ തകർച്ച പ്രവചിക്കപ്പെട്ട സ്ഥാനത്ത്, നിന്റെ തലമുറയുടെ നാശം പ്രവചിക്കപ്പെട്ട സ്ഥാനത്ത്, നിന്റെ തലമുറയുടെ ഒതുക്കപ്പെടൽ പ്രവചിക്കപ്പെട്ട സ്ഥാനത്ത് ആ ശാപത്തെ നീക്കി എൻ്റെ ദൈവം ഓ ശക അവിടെ ആ ദേശത്ത് തന്നെ, ആ കുടുംബത്തിൽ തന്നെ ഇവിടെ നിന്ന് ചത്തൊഴിയുമെന്ന് പറഞ്ഞിടത്ത് നിന്ന് തന്നെ, ഇവിടെ നിന്ന് ഓടി പോകേണ്ടി വരുമെന്ന് പറഞ്ഞിടത്ത് തന്നെ ഓ എനിക്കറിയത്തില്ല, തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. സ്തോത്രം. നീ കേട്ട വാക്കുകൾ, ആമേൻ, ശാപത്തിന്റെ തുടക്കം നീ കേട്ടിട്ടുണ്ട്. ആമേൻ. എവിടെ നിന്നാണ്, ആരിൽ നിന്നാണ് നിന്റെ കുടുംബത്തിനകത്ത് ശാപം കടന്നു വന്നത്? ചില ദുഷ്ട
മനുഷ്യരുടെ വാക്കുകൾ ഓ റിയാധാര ശഖ റദരെ ശന്ധാരകന ദീപൽ ബൗഡ ശന്ധാരകന നിന്റെ മേൽ അവകാശം പറഞ്ഞ ചില ദുഷ്ടമനുഷ്യരുടെ വാക്കുകൾ ഓ റീധാര നിന്റെ കുടുംബത്തെ തകർത്ത് കളയുവാൻ തക്കവണ്ണം മുഴങ്ങിക്കേട്ട ചില ശാപത്തിന്റെ വാക്കുകൾ ഓ റീധാര ശഖ മരിപ്പിക്കുവാനും കൊന്നുകളയുവാനും തക്കവണ്ണം ഉയർന്ന ശാപത്തിന്റെ വാക്കുകൾ യേശുവിൻ നാമത്തിൽ കേട്ട സ്ഥാനത്ത് എന്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുക. ആമേൻ. പുറമേ കാണുന്നവർക്ക് പറയുവാനുള്ളതുപോലെ നിന്റെ കുടുംബത്തെ കുറിച്ച് സഹോദരി, നിന്റെ ഭർത്താവിനെ കുറിച്ച് മറ്റുള്ളവർ കണ്ട് നല്ലത് പറയുന്നത് പോലെ നിന്റെ ഭർത്താവ് മാറുവാൻ പോകുക. നിന്റെ ഭാര്യയെ കുറിച്ച്, നിന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ച് മറ്റുള്ളവർക്ക് ഒത്തിരി പറയുവാനുണ്ട്. ഓ റാദിയ ശഖ റദരെ ശന്ധാരകന ദീപൽ ബൗഡ ശന്തോരകന അവർ പറയുന്നത് പോലെ ഓ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. പലരും പറയുന്നില്ലേ, അവൻ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നില്ലേ, നിന്റെ ഭർത്താവിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നില്ലേ, നിന്റെ മക്കൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നില്ലേ? കുഴപ്പമില്ല. ആമേൻ. ഇന്ന് ഈ വൈകിയ വേള മുതൽ കുഴപ്പമില്ല. യേശുവിൻ നാമത്തിൽ ചില കുഴപ്പങ്ങൾക്ക് കർത്താവ് അറുതി വരുത്തുവാൻ പോകും. യേശുവിൻ നാമത്തിൽ നിന്റെ അകത്തളത്തിനകത്ത് നിറഞ്ഞു നിന്ന ശൂന്യതയ്ക്ക് കാരണമായ കുഴപ്പങ്ങൾക്ക് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടു നിന്ന് ആമേൻ സ്തോത്രം കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും കാരണമായ ഓ റിയാധാര ശഖ റദരെ ശന്ധാരകന ചില ശൂന്യതയുടെ അനുഭവങ്ങൾക്ക് കർത്താവേ രാത്രി അറുതി വരുത്തുവാൻ പോകുക. പുതിയ തളികയിലെ ഉപ്പ് ഉറവയിലെ ശാപത്തെ നീക്കിയതുപോലെ ആമേൻ ചീത്തയായ വെള്ളത്തെ പഥ്യമാക്കി മാറ്റിയതുപോലെ നിന്റെ ജീവിതത്തിൽ ചീത്തയായതൊക്കെ ആമേൻ ചീത്തയായെന്ന് മറ്റുള്ളവർ പറഞ്ഞതൊക്കെ, നശിച്ചു എന്ന് മറ്റുള്ളവർ പറഞ്ഞതൊക്കെ, ഇല്ലാതായെന്ന് മറ്റുള്ളവർ പറഞ്ഞതൊക്കെ ഈ രാത്രി പഥ്യമായി തീരുവാൻ ചീത്തയായ നിന്റെ ജീവിതം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ഭവനങ്ങളെ പണിയുക. ചീത്തയായ ചില ഭവനങ്ങളെ, ചീത്തയായ ചില തലമുറകളെ, ചീത്തയായ ചില കുടുംബങ്ങളെ, ചീത്തയായ ഭാവി ജീവിതങ്ങളെ, ചീത്തയായ നന്മകളെ, രോഗം മുഖാന്തര ചീത്തയായ ശരീരങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പണിയുക. യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ചു കൊടുക്ക. ആരും മൗനമായിരിക്കരുത്. ആമേൻ. യേശുവിൻ നാമത്തിൽ ചീത്തയായതിനെ, നീ ചീത്തയാണെന്ന്, നീ മോശമാണെന്ന്, നീ മോശക്കാരിയാണെന്ന്, നീ മോശക്കാരനാണെന്ന് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് നീ കടന്നു വന്നത് ഞങ്ങൾക്ക് ശാപമാണെന്ന് പറഞ്ഞ്, നീ ചീത്തയാണെന്ന് പറഞ്ഞ അതെ, ആ ചീത്തയാണെന്ന് പറഞ്ഞ അനുഭവം അതെ വെള്ളം പഥ്യമായി മാറുവാൻ പോകുക. നീ ചീത്തയെന്ന് പറഞ്ഞവർക്ക് പഥ്യമായി മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. എഴുന്നേറ്റുന്നത് ഒരു നിമിഷം നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ. ചീത്തയായി പോയതിനെ പഥ്യമാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യക്തികളിൽ ചലിക്കുക. യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉറക്കെ നിലവിളിക്ക്. യേശുവേ ഉറക്കെ നിലവിളിക്ക്. യേശുവേ ഈ രാത്രിയിലും നിലവിളിക്ക്. നിന്റെ നിലവിളിയുടെ ശബ്ദം ഉയരുമ്പോൾ ഇന്നലകളിൽ നിന്റെ നിലവിളി പുറത്തു വരരുതെന്ന്, നിന്റെ ശബ്ദം പുറത്തു വരരുതെന്ന് ആജ്ഞാപിച്ചവർ കേൾക്കുവാനില്ല. നിന്റെ നിലവിളിക്കായി കാതോർക്കുന്ന സ്വർഗമുണ്ട്. നിലവിളിക്ക്. യേശുവേ ആ കുരുടന്മാർ നിലവിളിച്ചതുപോലെ ഈ രാത്രി നിലവിളിക്ക്. നിലവിളിക്ക്. അകത്തളത്തിലെ ശൂന്യത മാറുക. യേശുവിൻ നാമത്തിൽ അകത്തളത്തിലെ ശൂന്യത മാറുക. ചീത്തയായി പോയ ചിലത് യേശുവിൻ നാമത്തിൽ നീ ആ സ്തോത്രം, ആ വിഷയത്തെ കുറിച്ചോർത്ത് നീ ഭാരപ്പെടേണ്ട, അതിനെ കുറിച്ചോർത്ത് നീ കരയേണ്ട. ആമേൻ. അത് ചീത്തയായി പോയി എന്ന് പറഞ്ഞവർ അത് പഥ്യമായി കാണുവാൻ പോകുക. അത് ചീത്തയായി പോയി, എന്റെ ജീവിതം ചീത്തയായി പോയി, എന്റെ ജീവിതം ചീത്തയായി പോയി, എന്റെ വിദ്യാഭ്യാസം ചീത്തയായി പോയി, എന്റെ തലമുറകളുടെ ഭാവി ചീത്തയായി പോയി. Thank you Lord, thank you Jesus, thank you Holy Spirit. യേശുവിൻ നാമത്തിൽ ഉപ്പ് വിടപ്പെട്ട് ചീത്തയായത് പഥ്യമായി മാറിയതിനായി, യേശുവിൻ നാമത്തിൽ പഥ്യമായി മാറുന്നതിനായി യേശുവിൻ നാമത്തിൽ thank you Lord, thank you Jesus, thank you Holy Spirit. വർദ്ധനവ് വെളിപ്പെടട്ടെ. ഈ രാത്രി ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും വർദ്ധനവ് വെളിപ്പെടട്ടെ. വ്യക്തികളിൽ വർദ്ധനവുണ്ടാകട്ടെ. യെസ്,
യേശുവിൻ നാമത്തിൽ വ്യക്തികളിൽ വർധനമുണ്ടാകട്ടെ, തൊഴിൽ മേഖലയിൽ വർധനമുണ്ടാകട്ടെ, വിദ്യാഭ്യാസ മേഖലയിൽ വർധനമുണ്ടാകട്ടെ, ഭൗതിക മേഖലകൾ വർധനമുണ്ടാകട്ടെ, ഭവനമെന്ന വർധനവ്. ഓ യെസ്, യേശുവിൻ നാമത്തിൽ ഭവനമെന്ന വർധനവ്. യേശുവിൻ നാമത്തിൽ ഒരുമിച്ച് ചേർന്ന് നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. നന്ദി യേശുവേ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കരങ്ങളെ തട്ടി. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകൾ എന്നേൽ പതിയണമേ, അഗ്നിനാവുകൾ എന്നേൽ പതിയണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. നദികൾ തിരുമുന്നിൽ നിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വഴികൾക്കു വെളിപ്പെടുത്താം. ജാതികൾ തിരുമുന്നിൽ നിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വഴികൾക്കു വെളിപ്പെടുത്താം. തീച്ചുള്ളി കത്തും പോലെ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. തീച്ചുള്ളി കത്തും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. മലകൾ തിരുമുന്നിൽ ഒരുങ്ങും വണ്ണം നീ ആകാശം കീഴേന്മേൽ ഇറങ്ങണമേ. മലകൾ തിരുമുന്നിൽ ഒരുങ്ങും വണ്ണം നീ ആകാശം കീഴേന്മേൽ ഇറങ്ങണമേ. ആലയം അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകൾ എന്മേൽ പതിയണമേ, അഗ്നിനാവുകൾ എന്മേൽ പതിയണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനാൽ പണ്ട് മോശമേല തീ പകർന്നു കൊടുത്തവനെ. ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനാൽ പണ്ട് മോശമേല തീ പകർന്നു കൊടുത്തവനെ. തീ ഉൾപ്പടർന്നു കത്തുപോലെ ഇറങ്ങണമേ, ആ തീയിൽ നിന്നും എന്നെയും നീ വിളിക്കണമേ. തീ ഉൾപ്പടർന്നു ഇറങ്ങണമേ, ആ തീയിൽ നിന്നും എന്നെയും നീ വിളിക്കണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകൾ എന്മേൽ പതിയണമേ, അഗ്നിനാവുകൾ എന്മേൽ പതിയണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ജാതികൾ ചിരുമുന്നിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വഴികൾക്കു വെളിപ്പെടുത്താൻ. ജാതികൾ തിരുമുന്നിൽ വിറയ്ക്കും വണ്ണം നിന്റെ നാമത്തെ വഴികൾക്കു വെളിപ്പെടുത്താൻ. തീച്ചുള്ളികൾ
കാറ്റും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കളിയണമേ, ചുഴി കാറ്റും പോലെ നീ ഇറങ്ങണമേ, വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കളിയണമേ, ആത്മാവിൽ കനിയണമേ, അഭിഷേകം പകരണമേ, ആത്മാവിൽ കനിയണമേ, അഭിഷേകം പകരണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അകത്തളത്തിൽ കൃപകളും വരങ്ങളും ചൊരിഞ്ഞിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, കൃപകളും വരങ്ങളും ചൊരിഞ്ഞിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ, ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ, ധീരതയോടും സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ, ഓ ധീരതയോടും സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ കർത്താവേ നീ അറിയുന്നു, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി എല്ലാ
ശക്തി പകർന്നിടണേ. ശക്തി രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പഥ്യമാക്കിയ കൃപയ്ക്കായി, ചീത്ത എന്ന് കേട്ട സ്ഥാനത്ത് അത് പഥ്യമായി മാറിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും, വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം. നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ട ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് താമസമെങ്കിൽ നാം തുടർന്നും ഒരുമിച്ചായിരിക്കുന്നത് വരെ എന്നും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ വേഗം വരണമേ. അടുത്ത ഞായറാഴ്ചയും കൃത്യം 3 മണിക്ക് തന്നെ സ്തോത്രം മീറ്റിംഗ് ആരംഭിക്കും. കടന്നു വരിക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂട്ടിവരുത്തുക. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. എന്റെ സ്നേഹം നിനക്കു മാത്രം. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.